ഹേ ഗായ്സ്, എല്ലാവർക്കും അപ്പുറത്തുള്ളൊരു പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിത് പുഷ്പ 2 കണ്ടിട്ടുണ്ട്. അപ്പം പുഷ്പ 2ൻ്റെയും കാര്യങ്ങളും റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അന്നേരം ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ ആണെങ്കിൽ പടം ഒന്നിനും കൊള്ളൂല, ഒരു വകയ്ക്ക് കൊള്ളൂല എന്നൊക്കെയായിരുന്നു. ബട്ട് പേഴ്സണലി എനിക്കാണെങ്കിൽ പടം അത്രയും വലിയ നെഗറ്റീവ് പറയാനില്ലെങ്കിലും കുറച്ച് പറയാനുണ്ട്. ബട്ട് ഒരു ആവറേജ് ഓക്കെ പടമായിരുന്നു ഇത് പുഷ്പ 2. അപ്പം ആദ്യം ഇതിൻ്റെ നെഗറ്റീവിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. ഇതിൻ്റെ നെഗറ്റീവ് ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കുറേ പാസങ്ങൾ കാണിക്കുന്നുണ്ട്. കുറേ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലത്തെ കുറേ സംഭവമൊക്കെ ഉണ്ട്. അപ്പം ഈ പാസം കാണിക്കുന്നതിൽ ഭയങ്കര ഓവറായിട്ടുള്ളൊരു പാസമാണ്. അതായത് ഭയങ്കര ഓവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ല. അപ്പം അതൊരെണ്ണം. പിന്നെ വേറെ ഒന്നെന്ന് പറയാൻ ഇമോഷണലി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇമോഷണലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണലി എനിക്ക് കണക്റ്റ് ആയില്ല. അതായത് നമുക്കൊരു വിഷമിക്കേണ്ട ഒരു ഇത് വന്നിട്ടില്ല. അതായത് ഒരു നമുക്കാണെങ്കിൽ അത്രയും ഡൈജസ്റ്റ് ആവത്തില്ല ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ളത്. എന്തോ പറയുന്നു, എന്തോ ചിരിക്കുന്നു. ചിലപ്പം ആക്ടിങ് ഒക്കെ ഓവർ ആയതുകൊണ്ടോ അങ്ങനത്തെ വല്ലതായിരിക്കാം. ബട്ട് എന്തോ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സീൻ നടക്കുമ്പോഴത്തേനും നമുക്ക് ജസ്റ്റ് ഒരു ഇമോഷണൽ, ഒരു ചെറിയതായിട്ടുള്ള ഒരു കണക്റ്റ് പോലും ആകാൻ പറ്റുന്നില്ല. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാഫ. അപ്പം ഫാഫ എന്തിനാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ഈ ഫാഫ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോകും. കാരണം പുള്ളിക്കുള്ള അത്രയും പുള്ളിക്ക് അധികം സീൻസ് ഒന്നും ഇല്ല. ഫസ്റ്റ് പാർട്ടിലാണെങ്കിൽ പുള്ളിയുടെ ആണെങ്കിൽ ഒരു സീൻ വച്ചിട്ടാണ് പടം എൻഡ് ചെയ്തിട്ട്. അതുകൊണ്ട് പുഷ്പ 2വിലാണെങ്കിൽ ഫാഫ വേണം എന്നുള്ളൊരു രീതിയിൽ കൊണ്ടുവന്ന് നിർത്തിയതുപോലെ തോന്നി. അതായത് പുഷ്പ 2വിൽ നമ്മുടെ അല്ലു അർജുൻ്റെ ക്യാരക്ടറാണ് ഫുള്ള്. ഓവറോൾ അല്ലു അർജുനാണ്. അപ്പം ഇതിൻ്റെ ഒരു പാതിയുടെ ഒരു കാൽ ഭാഗം വല്ലതും സീൻസ് കാണും നമ്മുടെ ഫാഫയ്ക്ക്. പിന്നെ ഫാഫ മാത്രമല്ല, വേറെ കുറേ വില്ലന്മാരുണ്ട്. പിന്നെ ആണെങ്കിൽ ക്ലൈമാക്സിൽ വില്ലന്മാരെല്ലാം ഒരുമിച്ച് ചേരും. എന്നിട്ട് ആ ക്ലൈമാക്സിൽ ഒരുമിച്ച് ചേരുന്ന വില്ലൻ്റെ കൂടെ നമുക്കാണെങ്കിൽ ഫാഫേനെ കാണാൻ പറ്റത്തില്ല. ആ പുള്ളി എവിടെയോ പോയി. പിന്നെ അവസാനമായിട്ടാണെങ്കിൽ ഒരു വില്ലനും കൂടെ വരുന്നുണ്ട്. ഒരു സ്കള്ളിൻ്റെ ഒരു ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അന്നേരം അതോടെയാണ് പടം എൻഡ് ചെയ്യുന്നത്. പുള്ളി വരുമ്പോഴത്തേനും പുള്ളി ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കുന്നുണ്ട് പുഷ്പയുടെ ഇവിടെ. ആ ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ പുഷ്പ 3 ആവശ്യമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ പുഷ്പ 3 ഈ പടം പുഷ്പ 2 കണ്ടപ്പോഴത്തേനും തന്നെ തോന്നിപ്പോയി പുഷ്പ 3യുടെ ആവശ്യം ഉണ്ടോ എന്ന് തോന്നിപ്പോയി. അതുപോലെ തന്നെയാണ് പുഷ്പ. അപ്പം എന്ത് ആയാലും കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു പടം. പക്ഷേ എല്ലാവരും പറയുന്നത് പോലത്തെ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയില്ല. പിന്നെ ആണെങ്കിൽ പുള്ളി ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ സാരി കൊടുത്തിട്ടുള്ളൊരു സീനും കാര്യങ്ങളും ഉണ്ട് സിനിമയിൽ. അപ്പം അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് സിനിമ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള വേറൊരു സീൻ വരുന്നുണ്ട്. അപ്പം ആ സീനിലാണെങ്കിൽ പുള്ളിയുടെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം കാലിലും കയ്യിലും ഒക്കെ കയറ് കെട്ടിയിട്ട് പുള്ളി ചെയ്യുന്ന ഒരു ഫൈറ്റും കാര്യങ്ങളുണ്ട്. അപ്പം ആ പുള്ളി ആ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായ ഇൻസിഡൻറ്റ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇമോഷണലി കണക്റ്റായി. അന്നേരം പുള്ളി പറന്നും ചാടിയൊക്കെയാണ് ഫൈറ്റും കാര്യങ്ങളും ചെയ്യുന്നത്. അന്നേരം അതെനിക്കൊരു കുറവായിട്ട് തോന്നിയില്ല, ഒരു കൊള്ളൂല എന്നുള്ളൊരു രീതി തോന്നുന്നില്ല. അതായത് ആ ഇൻസിഡൻറ്റ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഹെർട്ടായതുകൊണ്ട് ആ ഫൈറ്റ് കുറച്ച് ഓവറാണ്. ബട്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ഫൈറ്റാണത്. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ അത്യാവശ്യം നല്ലൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ പുഷ്പ 3 വരുന്നുണ്ട്, എന്താവോ എന്ന് അറിയത്തില്ല. അപ്പം റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ പുഷ്പ 3യെ കുറിച്ചൊന്ന് ആലോചിക്കേണ്ടി വരും. അപ്പം എനിവേ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കൂ. ചിലപ്പം നിങ്ങൾക്ക് കലങ്ങും.
കണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. ബൈ.